കാഴ്ചയിൽ നമ്മുടെ ഗുലാബ് ജാമുനെ പോലെ തോന്നുമെങ്കിലും ആളിതല്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മറ്റൊരു മധുര പലഹാരമാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. 1 കപ്പ് മൂങ് ദാൽ ഞാനൊരു 3 മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചിരുന്നു. അത് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം 2 സെക്ഷനായിട്ട് നമുക്ക് ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഒട്ടും വെള്ളം ഒഴിക്കാൻ പാടില്ല. ഒരു 250 ഗ്രാം ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല പാനിയാക്കി അത് അരിച്ച് മറ്റൊരു പാനിലേക്ക് മാറ്റുക. അതിലേക്ക് ഒരു 6 ഏലക്ക ചതച്ചതും ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മൂങ് ദാലിൻ്റെ പേസ്റ്റ് കൂടെ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കി നല്ല ഇടത്തടവില്ലാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും അതേപോലെ ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ഇതേപോലെ നല്ല കട്ടിയായി വരുമ്പോൾ കയ്യിൽ ഇതേപോലെ ഒന്ന് എടുത്ത് നോക്കുക. നല്ലതായിട്ട് ഉരുട്ടാൻ പറ്റുന്നെങ്കിൽ ഇതായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഇതേപോലെ കുഞ്ഞു ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ തിരിച്ച് മറിച്ച് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൂങ് ദാൽ സ്വീറ്റ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാനത് പെട്ടെന്ന് റെഡിയാക്കാനായിട്ടാണ് ഇതേപോലെ കുഞ്ഞുരുളകളാക്കി എടുത്തിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഗുലാബ് ജാമുനെ പോലെ തോന്നുമെങ്കിലും അതിനേക്കാളും നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കറുമുറെ കാണുമ്പോൾ ഇരിക്കും, അകം നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ, ടാറ്റ.